എല്ലാവരുടെയും ആഗ്രഹമാണ് സ്വന്തമായിട്ടൊരു വീട് വേണമെന്നുള്ളത്. കിളിക്കൂട് പോലൊരു വീട് വെക്കാൻ സാധിച്ചതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഇത് ഒരു സ്വർഗ്ഗമാണെന്നേ പറയത്തുള്ളൂ. വളരെ സന്തോഷമുണ്ട് ഇതിൽ താമസിക്കുന്നത്. നമ്മളിതൊരു 45 ദിവസത്തോളം എടുത്താണ് വർക്ക് ചെയ്തത്. പിന്നെ വീട്ടിലൊക്കെ ഇങ്ങനെ ജനലിനൊക്കെ ആണെങ്കിൽ നമ്മൾ പ്രൈമറും അങ്ങനെയൊക്കെ അടിച്ചിട്ടുണ്ട്. അന്നേരം ഇത് റോളർ ഉള്ളതുകൊണ്ട് എളുപ്പമായിരുന്നു അടിക്കാൻ. ആളുകൾ ചോദിച്ചു ഇത്രയും പൊക്കമെന്നൊക്കെ. പക്ഷെ അത് ചെയ്തു വന്ന് ഓട് കയറി കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമസ്കാരം, എൻ്റെ പേര് അരുൺ എന്നാണ്. ഞാൻ ചേർത്തലയ്ക്കടുത്തുള്ള കഞ്ഞിക്കുഴിയിലാണ് താമസിക്കുന്നത്. ഞാൻ വെച്ചൊരു ചെറിയ വീടിൻ്റെ വിശേഷങ്ങളാണെന്ന് പങ്കുവയ്ക്കാൻ പോകുന്നത്. നമുക്ക് വീട് ഒന്ന് കാണാം. നമ്മൾ വീട്ടിലോട്ട് കയറി വരുമ്പോൾ തന്നെ 2 തൂണുകൾക്കിടയിലൂടെയാണ് നമ്മൾ അകത്തോട്ട് കയറാൻ പോകുന്നത്. ഈ തൂണിൽ ടെക്സ്ചർ വർക്ക് ചെയ്തിരിക്കുകയാണ്. കരിങ്കല്ലിൻ്റെ ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. സിറ്റൗട്ട് വേണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. വലിയൊരു ഇത് അത്യാവശ്യം 3-4 പേർക്ക് നല്ലപോലെ ഇരിക്കാവുന്ന ഒരു സിറ്റൗട്ടാണ്. സിറ്റൗട്ടിൽ നമ്മൾ ടൈലിട്ടിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സ്വീകരണ മുറി. നമ്മുടെ ഗസ്റ്റൊക്കെ വരുമ്പോൾ സ്വീകരിക്കാനുള്ള ആ മുറി. ഒരു ചെറിയ 2 പൈപ്പിൽ നമ്മളിത് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇരുമ്പ് പൈപ്പിൽ തന്നെ, സ്ക്വയർ പൈപ്പിൽ ചെയ്തിരിക്കുന്നതാണ്. ഈ 2 ചെറിയ സോഫ മോഡൽ സെറ്റപ്പ്. അതിലൊരു ചെറിയ കുഷ്യൻ അടിച്ചങ്ങനെ ഇട്ടിരിക്കുന്നു. പിന്നെ ഈ സ്പേസിന് തന്നെ ഇവിടെ ഒരു ഡൈനിങ് സെറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ആദ്യം ഇതിൽ പ്ലാനിൽ ഇതൊരു റൂമായിട്ട് ഇവിടുന്ന് ഒരു മറച്ചെടുക്കുക എന്നുള്ളൊരു ചെറിയ എന്തായിരുന്നു ഈ ഭിത്തി എന്ന് ഇതിങ്ങനെ കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിലൊരു ഭിത്തിയായിട്ട് അതൊരു റൂം. പക്ഷെ പിന്നീടാണ് ഒരു ഡൈനിങ് സ്പേസ് എന്തായാലും ഒരു വീട്ടിൽ വേണമല്ലോ എന്നൊരു ആഗ്രഹം വന്നിട്ട് ഇതൊരു ഡൈനിങ് സ്പേസ് ആക്കി. ഇത് ഞാൻ മറ്റേ പൈൻ വുഡ് വീഞ്ഞപ്പലക വാങ്ങിച്ചിട്ട് ചെയ്യിച്ചതാണ്. കാർപ്പൻറ്ററെ കൊണ്ട് ചെയ്യിച്ചെടുത്തൊരു ഐറ്റമാണിത്. ഇവിടെ തന്നെ ഒരു വാഷ് കൗണ്ടറും നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ഒരു ടി വി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ലിവിങ് റൂമിൻ്റെ ഒരു വിശേഷം എന്ന് പറയുന്നത്. ഇതാണ് എൻ്റെ ഭാര്യ, അശ്വതി എന്നാണ് പേര്. ഇത് ഞങ്ങളുടെ മോൻ ആദി കേശു എന്ന് വിളിക്കും നമ്മൾ വീട്ടിൽ. കേശു കൂട്ടൊരു ഹായ് പറഞ്ഞേ. ഒത്തിരി പൈസയൊന്നും ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെതായിട്ടുള്ള കടങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ സന്തോഷത്തോടെ സമാധാനത്തോടെ ഈ വീട്ടിൽ കഴിയാൻ പറ്റും. പിന്നെ പെയിൻ്റൊക്കെ അടിച്ച് എല്ലാം കൊണ്ട് ഒരു കളർഫുൾ ആക്കിയിട്ടിരിക്കുന്നതുകൊണ്ട് നമുക്കൊരു സമാധാനമാണ് ഈ വീട്ടിൽ ഇരിക്കുമ്പോൾ തന്നെ. ഈ വീട്ടിൽ ഒരു ബെഡ്റൂമാണ് ഉള്ളത്. ബെഡ്റൂമിൻ്റെ കൂടെ തന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം, പിന്നെ ഒരു ചെറിയ അടുക്കളയുമാണ് ഉള്ളത്. ഇനിയുള്ള നമുക്ക് കാണാനുള്ളത് 2 കാര്യങ്ങളാണ്. നമുക്ക് ബെഡ്റൂമിലോട്ടൊന്ന് പോവാം. ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം. ഇവിടെ ഒരു ഡബിൾ കോട്ട് ബെഡും ഒരു അലമാരിയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ തന്നെ നമുക്ക് ഒരുങ്ങാനുള്ളൊരു സ്പേസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെയാണ് ബാത്റൂം. ഇതാണ് നമ്മുടെ ബാത്റൂം. നമ്മൾ വി ബോർഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ചിലവ് ചുരുക്കാൻ വേണ്ടിയിട്ട് മൊത്തം വി ബോർഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഒരു ബാത്റൂം ഇത്തിരി സ്പേഷ്യസ് ആയിക്കോട്ടെ എന്ന് കരുതി അങ്ങനെ ചെയ്തതാണ്. ഇനി നമുക്ക് നമ്മുടെ ആ ചെറിയ അടുക്കളയിലോട്ടൊന്ന് പോവാം. ഇതാണ് നമ്മുടെ അടുക്കള എന്ന് പറയുന്നത്. അടുക്കളയിൽ നമ്മൾ ഈ ബെഞ്ച് സ്ലാബ് സെറ്റ് ചെയ്തിരിക്കുന്നത് പൈപ്പ് കൊണ്ട് തന്നെ ഫ്രെയിം വർക്ക് ചെയ്തിട്ട് ഗ്രാനൈറ്റ് അതിൻ്റെ മുകളിൽ ഇട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതൊരു വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതെല്ലാം ഫ്ലിപ്കാർട്ടിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചതാണ്. കാരണം ഇൻസ്റ്റൻ്റ് ആയിട്ട് പെട്ടെന്ന് ചെയ്യണമെങ്കിൽ എല്ലാം ഈ ഒരു തട്ടും ഈ സാധനമൊക്കെ വെക്കാനുള്ള തട്ടും കാര്യങ്ങളൊക്കെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് നമ്മൾ ഓർഡർ ചെയ്ത് വാങ്ങിച്ചതായിരുന്നു. ഇനി നമുക്കുള്ളതൊരു സ്പേസ് എന്ന് വെച്ചാൽ ഒരു നമ്മുടെ വാഷിംഗ് മെഷീൻ വെക്കാനായിട്ടൊരു ചെറിയൊരു സ്പേസ് പുറകിൽ കണക്കിയിട്ടുണ്ട്. അതുകൂടിയാണ് നമ്മുടെ ഈ വീടിൻ്റെ വിശേഷം എന്ന് പറയുന്നത്. നമ്മളിതൊരു 45 ദിവസത്തോളം എടുത്താണ് വർക്ക് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ദിവസങ്ങൾ കട്ടായി പോയതുകൊണ്ട്, അല്ലെങ്കിൽ അത്രയും ദിവസം പോലും വേണ്ടി വരത്തില്ലായിരുന്നു. പിന്നെ ഈ വീടിന് എനിക്ക് ചിലവായെന്ന് പറഞ്ഞാൽ ഒരു 3,65,000 രൂപയാണ് എനിക്ക് ചിലവായത്. അതിൽ തന്നെ ഇപ്പം എൻ്റെ ഈ വീടിൻ്റെ ഈ സിമെൻറ്റ് വർക്ക് മുഴുവൻ ചെയ്തത് അച്ഛനാണ്. അച്ഛൻ മേസ്തരിയാണ്. അപ്പം അച്ഛൻ ആ 10-12,000 രൂപയ്ക്ക് മുന്നിൽ ലേബർ ഒന്നും വാങ്ങിച്ചിട്ടില്ല. അച്ഛൻ മകനായതുകൊണ്ട് അങ്ങനെയാണ് ചെയ്തത്. പിന്നെ ഈ വീട് വെച്ചത് ഇതിൻ്റെ മുഖ്യ ശില്പി എന്ന് പറയുന്നത് എൻ്റെ ചേട്ടനാണ്. ചേട്ടൻ്റെ പേര് വിജീഷ് എന്നാണ്. പുള്ളിക്കാരനാണ് ഈ വെൽഡിംഗ് വർക്ക് എല്ലാം ചെയ്തത്. അപ്പോൾ അദ്ദേഹം ആണെങ്കിലും ലേബറിൻ്റെ കാര്യത്തിലും അത്യാവശ്യം കോംപ്രമൈസ് ചെയ്തു. മാത്രമല്ല ഈ ഇതിൻ്റെ എന്താ പറയുക മിഷ്യൻ്റെ വാടകയും കാര്യങ്ങളൊന്നും ഈ ഇത്രയും ദിവസം വർക്ക് ചെയ്തിട്ട് ഒരു ദിവസത്തെ വാടക പോലും അദ്ദേഹം എൻ്റെ നിന്ന് വാങ്ങിച്ചിട്ടില്ല. എല്ലാ മെഷീൻസും ഇതിന് വേണ്ട വെൽഡിംഗ് മെഷീൻസും മറ്റു മെഷീനുകളെല്ലാം അദ്ദേഹത്തിൻ്റെ മെഷീൻ കൊണ്ടുവന്ന് ചെയ്തു തരുമായിരുന്നു. അത് ഞാൻ പുറത്തുനിന്നാണ് അല്ലെങ്കിൽ മറ്റൊരാളാണ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 9,000 രൂപയ്ക്ക് മേളിൽ എന്തായാലും വാടക പോയിന് ഇത്രയും ദിവസത്തെ. അതുപോലെ തന്നെ ഈ ഓട് കഴുകി പെയിന്റ് അടിച്ചത് ഞങ്ങൾ തന്നെയാണ്. ഓട് കഴുകി പെയിന്റ് അടിച്ചത് ഞങ്ങൾ തന്നെയാണ്. ഞാനും എൻ്റെ അളിയൻ, അതായത് ഭാര്യയുടെ ആങ്ങളെയും ചിറ്റപ്പനും അച്ഛനൊക്കെ കൂടിയാണ് പെയിന്റ് അടിക്കുകയും കാര്യങ്ങൾ. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് കോസ്റ്റ് കട്ടിങ്. അതുപോലെ ഈ ഇത്രയും പൈപ്പുകൾ, എന്തുമാത്രം പൈപ്പ് എടുത്തു, ഈ പൈപ്പുകളെല്ലാം പെയിന്റ് അടിച്ചത് ഭാര്യ തന്നെയാണ്. ഞാൻ വർക്കിന് പോണ സമയത്ത് റോളർ വാങ്ങിച്ചു കൊടുത്തിട്ട് ഭാര്യ തന്നെയൊക്കെയാണ് പെയിന്റ് അടിച്ച്. എൻ്റെ അമ്മ ആ സമയത്തും ഭാര്യനെ സഹായിക്കാനൊക്കെ അമ്മയുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ മാക്സിമം കോസ്റ്റ് കട്ട് ചെയ്തുകൊണ്ടാണ് ഈ 3,65,000 നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റുന്നത്. ഇല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 4 ലക്ഷം